വിശ്വജനീനം വിശ്വദമന്ത്രം വിശ്രുതമാമീ വിദ്യാലയം അക്ഷരം അഗ്നിയായി അമൃതിൽ നിന്നമൃതായി പകരുന്ന നന്മയാം വിദ്യാലയം സെന്റ് സെബാസ്റ്റ്യൻ വിദ്യാലയം ഇത് സെന്റ് സെബാസ്റ്റ്യൻ. പ്രിയ കുട്ടികളെ, ബ്യൂട്ടിഫുൾ ഗെയിം എന്നറിയപ്പെടുന്ന ഫുട്ബോളിൻ്റെ ചരിത്രമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, 1930 വേൾഡ് കപ്പ് ഫുട്ബോൾ ആരംഭിക്കുന്നത്. 1924 ഒളിമ്പിക്സാണ് ഒരു വേൾഡ് കപ്പ് ഫുട്ബോളിനെ കുറിച്ച് സംഘാടകർ ചിന്തിക്കാൻ പ്രചോദനം. ആ ഒളിമ്പിക്സിൽ 50,000-ലധികം ആരാധകരുടെ മുന്നിൽ വെച്ച് സ്വിറ്റ്സർലൻഡിനെ പരാജയപ്പെടുത്തി ഉറുഗ്വേ സ്വർണം നേടി. ഇതേ തുടർന്ന് എന്തുകൊണ്ട് ഒരു ലോക ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചുകൂടാ എന്ന ചിന്ത സംഘാടകരിൽ ഉയർന്നു. അങ്ങനെ 1930 ഒരു ഫുട്ബോൾ ലോകകപ്പ് പോരാട്ടം നടത്താൻ ഫിഫ തീരുമാനമെടുത്തു. ഒളിമ്പിക് ചാമ്പ്യന്മാരായ ഉറുഗ്വേ തന്നെയായിരുന്നു ആദ്യ ലോകകപ്പിന് വേദിയായത്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം പല ടീമുകളെയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് വിടുന്നതിന് തടസ്സമായി നിന്നു. എന്നിട്ടും 5.5 ലക്ഷത്തിലധികം ആളുകൾ ആ മത്സരം കണ്ടു എന്ന് പറഞ്ഞു. ലോകകപ്പ് ജേതാക്കൾക്ക് നൽകുന്ന കപ്പിനുകൊണ്ട് ചില അസാധാരണമായ കഥകൾ പറഞ്ഞു. ഫുട്ബോൾ ലോക സമാധാനത്തിന് എന്ന ലക്ഷ്യവുമായി എല്ലാ രാജ്യങ്ങളോടും മത്സരത്തിൽ പങ്കെടുക്കാൻ സംഘാടന തലവനായിരുന്ന യൂൾ റിമെ അഭ്യർത്ഥിച്ചു. ഫ്രഞ്ചുകാരനായ പ്രശസ്ത ശില്പി ആബേൽ ലാഫ്ലവറാണ് സ്വർണ്ണം കൊണ്ടുള്ള ആദ്യത്തെ യൂൾ റിമെ കപ്പ് രൂപകൽപ്പന ചെയ്തത്. 35 സെൻറ്റിമീറ്റർ ഉയരവും 3.6 കിലോഗ്രാം തൂക്കവും ഉണ്ടായിരുന്ന ഈ കപ്പ് ഇന്ദ്രനീലങ്ങളും സ്വർണവും വെള്ളിയും ചേർത്താണ് ഉണ്ടാക്കിയത്. ഫുട്ബോളിനും ഫിഫയ്ക്കും യൂൾ റിമെ നൽകിയ സംഭാവനകൾ കണക്കിലെടുത്ത് ഈ കപ്പിന് യൂൾ റിമെ കപ്പ് എന്ന് പേരിട്ടു. ആദ്യമായി ഈ കപ്പ് നേടിയത് ഉറുഗ്വേ ആയിരുന്നു. 2ാം ലോക മഹായുദ്ധകാലത്ത് ഫിഫ പ്രസിഡൻ്റായിരുന്ന ഒട്ടോർനോ വയോസി ചെരുപ്പുകൾ സൂക്ഷിക്കുന്ന പെട്ടിയിലാക്കി കിടക്കയുടെ അടിയിൽ സൂക്ഷിച്ചാണ് ഈ കപ്പ് ആക്രമികളുടെ കയ്യിൽപ്പെടാതെ സൂക്ഷിച്ചത്. 1966 ഇംഗ്ലണ്ടിൽ പ്രദർശനത്തിന് വച്ചിരുന്ന ഈ കപ്പ് അവിടെ നിന്നും കാണാതായി. എന്നാൽ പിക്കിൾസ് എന്നു പേരുള്ള ഒരു പോലീസ് നായയുടെ സഹായത്തോടെ ഈ കപ്പ് ഒരു മരത്തിന് ചുവട്ടിൽ കുഴിച്ചിട്ട നിലയിൽ പോലീസ് കണ്ടെത്തി. റിയോ ഡി ജനീറോയിലെ ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ആസ്ഥാനത്ത് സൂക്ഷിച്ചിരുന്ന ഈ കപ്പ് വീണ്ടും മോഷ്ടിക്കപ്പെട്ടു. പിന്നീട് ഈ കപ്പ് കണ്ടെടുക്കാനായില്ല. മോഷ്ടിച്ചവർ ഇത് ഉരുക്കി സ്വർണ്ണമാക്കി കാണും എന്നാണ് വിചാരിക്കുന്നത്. നിരാശരായ ബ്രസീൽ ഫുട്ബോൾ അസോസിയേഷൻ യൂൾ റിമെ കപ്പിനോട് സാദൃശ്യമുള്ള ഒരു കപ്പുണ്ടാക്കി പ്രശ്നം പരിഹരിക്കാനുണ്ടായത്. 1970 മെക്സിക്കോയിൽ നടന്ന ലോകകപ്പിൽ ബ്രസീൽ ലോകകപ്പ് സ്വന്തമാക്കിയതിനെ തുടർന്ന് ഫിഫ പുതിയ കപ്പുണ്ടാക്കാൻ തീരുമാനിച്ചു. ഇറ്റലിക്കാരനായ സിൽവിയോ കസാനിക്കാണ് ഇപ്പോഴത്തെ കപ്പിൻ്റെ ശില്പിയാകാൻ ഭാഗ്യം കിട്ടിയത്. 36 സെൻറ്റിമീറ്റർ ഉയരവും 4.97 കിലോഗ്രാം ഭാരമുള്ള ഈ കപ്പ് 18 കാരറ്റ് സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വിജയാനന്ദൻ്റെ സമ്മർദ്ദത്തിൽ സർപ്പാകൃതിയിൽ ഉള്ള രൂപങ്ങളായി ഭൂഗോളത്തിൻ്റെ നേരെ കൈനീട്ടുന്ന 2 കായിക താരങ്ങളാണ് ഈ കപ്പിൽ കൊത്തിവെച്ചിരിക്കുന്നത്. കപ്പ് നേടുന്ന ടീമിന് അടുത്ത ലോകകപ്പ് വരെ ഈ കപ്പ് കൈവശം വെക്കാൻ അർഹതയുള്ളൂ. കപ്പ് ഫിഫയെ തിരിച്ചേൽപ്പിക്കുമ്പോൾ സ്വർണം പൂശിയ ഒരു മോഡൽ അവർക്ക് സ്വന്തമായി നൽകും. പ്രിയ കുട്ടികളെ, ഇതുപോലെയുള്ള ചെറിയ ചെറിയ അറിവുകളായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി.